10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥി സിദ്ധാർത്ഥിന് അനുമോദന പ്രവാഹം. പള്ളിപ്പുറം പട്ടാരി സമാജം സ്കൂളിലെ ക്ലാസ് മുറിയിൽ സജ്ജമാക്കിയ കട്ടിലിൽ കിടന്നാണ് സിദ്ധാർത്ഥ പഠിച്ചതും പരീക്ഷ എഴുതിയതും വിജയിച്ചത്. 10ാം ക്ലാസ് കടന്ന ഭിന്നശേഷി വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന് അനുമോദന പ്രവാഹം. പള്ളിപ്പുറം പട്ടാരി സമാജം സ്കൂളിലെ ക്ലാസ് മുറിയിൽ പ്രത്യേകമായി സജ്ജമാക്കിയ കട്ടിലിൽ കിടന്നാണ് സിദ്ധാർത്ഥ പഠിച്ചതും പരീക്ഷ എഴുതിയതും വിജയിച്ചതും. പള്ളിപ്പുറം തവണക്കടവ് വാഴയ്ക്കൽ വീട്ടിൽ NCC ഓഫീസ് ജീവനക്കാരനായ പ്രബലിൻ്റെയും തൈക്കാട്ടുശ്ശേരി ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസറായ തുഷാരയുടെയും ഇളയ മകനാണ് സിദ്ധാർത്ഥ. SSLC പരീക്ഷ 82% മാർക്കോടെ വിജയിച്ചു. ITക്ക് A+. പട്ടാരി സമാജം സ്കൂളിൽ സിദ്ധാർത്ഥിനു വേണ്ടി പ്രത്യേകം കട്ടിൽ ഒരുക്കിയിരുന്നു. അതിൽ കിടന്നുകൊണ്ടാണ് പഠിച്ചതും പരീക്ഷ എഴുതിയതും വിജയം കണ്ടത്. 1.5 വയസ്സ് കഴിഞ്ഞാണ് സിദ്ധാർത്ഥ് അസുഖബാധിതനാവുന്നത്. ആദ്യം വീൽ ചെയറിലും പിന്നീട് കട്ടിലിലുമായി ജീവിതം. 2022 കളക്ടറായിരുന്ന VR കൃഷ്ണതേജയുടെ ഇടപെടൽ സിദ്ധാർത്ഥന് കരുത്തായി. സുഹൃത്തുക്കളായ സഹപാഠികളും എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു. 10ാം ക്ലാസ് വിജയിച്ച വാർത്തയറിഞ്ഞ നിരവധി പേരാണ് ആശംസയുമായി എത്തിയത്. പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യ പ്രബലാണ് സഹോദരൻ. പഠിക്കാനുള്ള താല്പര്യമാണ് സിദ്ധാർത്ഥിന്റെ കരുത്തെന്ന് മാതാവ് തുഷാര പറയും. നമുക്ക് വളരെ സന്തോഷം. മോൻ 82% ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞാണ്. അവന് 8ാം ക്ലാസ് വരെ അവൻ വീൽ ചെയറിൽ ഒരു റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് സ്കൂളിൽ പോകുമായിരുന്നു. 9ാം ക്ലാസ്സിലോട്ട് ആയപ്പോൾ അവന് നടക്കാൻ പറ്റാത്ത ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അന്നേരം നമ്മളിങ്ങനെ സങ്കടത്തോടെ അവൻ്റെ സ്കൂളിൽ പോകാനുള്ള ഇഷ്ടം അറിഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു, മക്കളെ നമ്മളിനി എങ്ങനെ സ്കൂളിൽ പോവാ, മോനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞത്, എനിക്ക് ഇരിക്കാനല്ലേ പറ്റാതുള്ളൂ, കിടക്കാൻ പറ്റുമല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കട്ടിൽ പണി ഈ സ്കൂളിലേക്ക്, എനിക്ക് അങ്ങനെ സ്കൂളിൽ പോയി കിടക്കാലോ, ഞാൻ അങ്ങനെ പഠിച്ചോളാം എന്ന് പറഞ്ഞ അത്രയും പോസിറ്റിവിറ്റി ഉള്ള ഒരു കുട്ടിയാണ് അവൻ. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം അവൻ്റെ ഇതിൽ വന്നാലും അവൻ തന്നെയാണ് എല്ലാത്തിനും പരിഹാരങ്ങൾ തന്ന് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു ഇൻസ്പയറിങ് ചൈൽഡാണ് മോൻ. ഏത് സ്കൂളിലാണ്? പട്ടാരി സമാജം സ്കൂളിൽ പഠിക്കുന്നു. കോവിഡ് ടൈം ആയിരുന്നു. 5th and 6th കോവിഡ് ആയിരുന്നു. 7ാം ക്ലാസ് മുതൽ റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ പോയി തുടങ്ങി. 1.5 വയസ്സ് വരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇങ്ങനെ ഓരോരോ ഇത് വന്ന് അസ്ഥി സംബന്ധമായ ഒരു അസുഖമാണ് കുഞ്ഞിനുള്ളത്. ട്രീറ്റ്മെന്റ് അമൃത ഹോസ്പിറ്റൽ, എറണാകുളം. എല്ലാവരും ഫോണിൽ വിളിച്ചു ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാവരും എത്തി. അവൻ പിന്നെ കൃഷ്ണതേജ സാറിന്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആയിരുന്നു, നമ്മുടെ പഴയ കളക്ടർ. സാറിന് കൺഗ്രാറ്റുലേഷൻസ് അയച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. എല്ലാവരും, ഒരുപാട് പേര് അവന്റെ വിജയം അറിഞ്ഞ് നമ്മളെ വിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ ഓഫീസിലെ ജീവനക്കാർ, ഹസ്ബൻഡ് NCC ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലെ എല്ലാവരും, CSC തൈക്കാട്ടുശ്ശേരിയിലെ എൻ്റെ കൂടെയുള്ള ഡോക്ടർ അമ്പിളി, അവരുടെ എല്ലാ സ്റ്റാഫിൻ്റെയും, അവരാണ് നമുക്ക് എല്ലാവിധ ഡ്യൂട്ടി അഡ്ജസ്റ്റ്മെന്റും എല്ലാ സഹകരണങ്ങളും 2 ഓഫീസിന്റെ സഹകരണത്തോടുകൂടി മാത്രമാണ് ഞങ്ങൾക്ക് മോനെ സ്കൂളിൽ വിടാൻ പറ്റുന്നതും അവൻ്റെ ഒപ്പം കുറച്ചു നേരമെങ്കിൽ മിക്ക ദിവസങ്ങളിലും കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നതും. ഓഫീസിലെ ഭയങ്കര ഒരു സഹായം കൊണ്ടിട്ടാണ് നമ്മൾ അവനെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിക്കാനും സ്കൂളിൽ വിടാനും പരീക്ഷ എഴുതിക്കാനും എല്ലാം സാധിച്ചത്. അച്ഛൻ പ്രബൽ, ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് വന്നിട്ട് ഇപ്പം NCC ഡിപ്പാർട്ട്മെന്റ് കേരള ചേർത്തല NCC ഓഫീസിൽ വർക്ക് ചെയ്യണു, ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണു. ഞാൻ CSC തൈക്കാട്ടുശ്ശേരിയിലെ നഴ്സിംഗ് ഓഫീസറാണ്. സഹോദരങ്ങൾ ആദിത്യ, മോൻ പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ +2 സ്റ്റുഡന്റ് എഴുതി നിൽക്കുന്നു, +2 എഴുതി നിൽക്കുന്നു. ടൈം ന്യൂസ് ചേർത്തല.